അപ്പോൾ മീൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മീൻ കറിയുടെ അരപ്പെല്ലാം ഒന്ന് വറ്റി വന്നപ്പോഴത്തേക്കും മീൻ തട്ടിയിട്ടു. അപ്പോൾ തലേ ദിവസം മുട്ടക്കോസ് വിഴുക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ചധികം ബാക്കി വന്നതുകൊണ്ട് ഇന്ന് അത് തോരനാക്കാമെന്ന് വെച്ചു. നമ്മൾ വിഴുക്കാട്ട് വേവിച്ചതാണ്. അത് ജസ്റ്റ് ഒന്ന് എണ്ണ ഒഴിച്ച് ചൂടാക്കി തോരന് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ റെഡിയാക്കി തട്ടിയിട്ട് എണ്ണയിൽ വെട്ടിയെടുത്തുമ്പോൾ മുട്ടക്കോസിൻ്റെ തോരനായി കേട്ടോ. അപ്പോൾ രസം, മീൻ കറി പുളിയും മുളകാട്ട് വെച്ചതുണ്ടായിരുന്നു, തോരനുണ്ടായിരുന്നു. അപ്പോൾ ഏട്ട ഉച്ചയ്ക്ക് വന്ന് ആഹാരമൊക്കെ കഴിപ്പോൾ എനിക്കും കൂടെ വിളമ്പിയൊക്കെ വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടൊക്കെയാണ്. അങ്ങനെ ഏട്ടൻ കഴിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് റെസ്റ്റൊക്കെ എടുത്തിട്ടേ പോകാറുള്ളൂ. ആ സമയം കൊണ്ട് ഇയാൾ ഓടക്കുഴലൊക്കെ എടുത്ത് വെച്ചൊന്ന് വായിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ട ആട്ടം ഇടാൻ വേണ്ടി റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മക്കൾ രണ്ടുപേരും ഒരാൾ എൻ്റെ മോളാണ്, ഒരാൾ തൊട്ടടുത്ത വീട്ടിലാണ് കേട്ടോ. അങ്ങനെ ഏട്ടൻ ആട്ടം ഇടാൻ പോയി. എൻ്റെ മോള് ടാറ്റു എടുക്കാനൊക്കെ അടുത്ത് പോയി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജോലികളെല്ലാം ഒതുക്കാമെന്ന് വെച്ചു. റെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് വീട്ടിലെ ജോലികളെല്ലാം ഒതുക്കിയതിന് ശേഷം റെസ്റ്റ് എടുക്കാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാൻ വല്ല ഹാൻഡ് വാഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജെല്ല് പോലെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് എല്ലാം ക്ലീൻ ചെയ്യുന്നത്. അതുപോലെ ഗ്യാസ് സ്റ്റൗവൊക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഗ്യാസ് സ്റ്റൗ വെച്ചിരിക്കുന്ന ഈ ഒരു കുഞ്ഞു മേശയിലാണ്. അത് നമ്മൾ ഹാളിൽ വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് വാടക വീടല്ലേ, അപ്പോൾ നമുക്ക് സൗകര്യക്കുറവുള്ളതുകൊണ്ട് അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത ജോലികൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ പച്ചക്കറി വേസ്റ്റെല്ലാം വേണ്ടാത്തൊരു ബക്കറ്റിലിട്ട് വെച്ചേക്കും. എന്നിട്ടത് വൈകുന്നേരത്ത് പുറത്ത് കൊണ്ട് കളയും കേട്ടോ. അപ്പോൾ പാത്രങ്ങളെല്ലാം കഴുകി വയ്ക്കുന്നുണ്ട്. ഈ ഒരു പൈപ്പ് മാത്രമേ അടുക്കളയിലുള്ളൂ കേട്ടോ. അതുകൊണ്ട് അവിടെയാണ് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകുന്നത്. അപ്പോൾ അടുക്കള ജോലികളെല്ലാം ക്ലീനാക്കി ഒതുക്കിയിട്ടുണ്ട്. എല്ലാം അടുക്കി പറക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് അറിയാമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യണേ. സ്ലൈസറോ മറ്റോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതിനകത്താണ് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കറിയിൽ പെട്ടെന്ന് ഇടണമെങ്കിൽ ചതയ്ക്കുന്നതിന് പകരം ഇതിൻ്റെ ചെറിയ ഹോളുണ്ട്, അതിനകത്ത് ചീവിയാണ് ഇടാറുള്ളത് കേട്ടോ. നല്ല എളുപ്പമാണ് തോരനൊക്കെ വെക്കുന്നതിനൊക്കെ. നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതിൽ ചീവിയിട്ടാൽ പെട്ടെന്ന് പണി കഴിയും. പിന്നെ മറ്റേ സംഭവം അതിൻ്റെ ഒന്നും പേരെനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ അടുപ്പിലൊക്കെ ഇട്ട് എന്തെങ്കിലും ചുട്ടെടുക്കാനുണ്ടെങ്കിൽ കയ്യേക്കാളും കൂടുതൽ നമുക്ക് അത് വെച്ച് ഇങ്ങനെ എടുക്കാം, കൈയൊന്നും പൊള്ളില്ലല്ലോ. സൂപ്പർ സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ അടുക്കള ജോലികളെല്ലാം ക്ലീൻ ചെയ്ത് ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ അടുക്കള. കുഞ്ഞടുക്കളയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വാടക വീടായതുകൊണ്ട് സൗകര്യക്കുറവുകളൊക്കെ ഒത്തിരി ഉണ്ട്. കണ്ടില്ലേ, 18ാം പടി പോലെയുള്ള പടിയാണ്, 5 പടിയാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നിന്ന് എൻ്റെ മോള് വന്ന് വീണിട്ട് വരെയുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞു പാത്രത്തിനകത്ത് ഇട്ട് കുറച്ച് വെള്ളം വെക്കുന്നുണ്ട് ഹാളിൽ, നമുക്ക് എപ്പോഴും കുടിക്കാനുള്ള. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ